നമ്മൾ ഒരാളെ ഫോണോഗ്രാഫിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ വരുത്തുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്തായിരിക്കും? ഇസ് ദാറ്റ് ഇറ്റ് ഫോക്കസ് ടു മച്ച് ഓൺ ഫോണോഗ്രാഫി. കാരണം നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന അഡ്വൈസസ് എല്ലാം ഏറെക്കുറെ സിമിലർ ആയിരിക്കും. അതായത് വെബ്സൈറ്റ്സ് ബ്ലോക്ക് ചെയ്യുക, കോൾഡ് ഷവർ എടുക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, കൂടുതൽ വിൽ പവർ, കൂടുതൽ ഡിസിപ്ലിൻ. ആൻഡ് ഐ എം നോട്ട് സീയിങ് ദീസ് തിങ്സ് ആർ യൂസ്ലെസ്. സം ഓഫ് ദീസ് ക്യാൻ ബി അബ്സല്യൂട്ട്ലി ഹെൽപ്ഫുൾ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ബ്രോഡ്ലി ഇതിന് അഡിക്ഷൻ എന്നാണ് പറയുന്നതെങ്കിലും ഇതൊരു ഹാബിറ്റ് ആണോ, കമ്പൽഷൻ ആണോ, അതോ അഡിക്ഷൻ ആണോ എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ഡിഫറെന്റ് പ്രോബ്ലംസ് നീഡ് ഡിഫറെന്റ് ടൂൾസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും നഖം കടിക്കുക എന്നുള്ളൊരു ഹാബിറ്റ്. അത് ചിലവർക്ക് പ്യുവർ ഹാബിറ്റ് ആയിരിക്കും, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് വലിയ രീതിക്കുള്ള ഒരു ഇമോഷണൽ ചാർജ് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും. പക്ഷെ വേറെ ചിലർക്ക് അത് ശരിക്കും ഒരു ആൻസൈറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അതായത് അവർ സ്ട്രെസ്സിലാവുമ്പോഴായിരിക്കും ആ നഖം കടിക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ആൻഡ് അത് അവർക്ക് നിർത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ആ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ അവർക്ക് കുറച്ച് സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ടായിരിക്കും. സോ അവിടെ നമ്മൾ കാണുന്നത് സെയിം ബിഹേവിയർ ആണെങ്കിലും അവിടെ വേണ്ട ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇത് തുടങ്ങുന്നത് ചെറിയൊരു ഹാബിറ്റിൽ നിന്നായിരിക്കും. അതായത് നമ്മൾ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ എടുക്കുക എന്നുള്ളൊരു ചെറിയ ഹാബിറ്റിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ആൻഡ് ഓവർ മന്ത്സ് ഇറ്റ് വിൽ ബി ലെയർഡ് വിത്ത് ഇമോഷണൽ അവോയ്ഡൻസ് ഫംഗ്ഷൻ. അതൊരു കമ്പൽഷൻ എന്ന രീതിയിലേക്ക് മാറി തുടങ്ങും. അതായത് റെസിസ്റ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഹാർഡായിട്ട് തോന്നി തുടങ്ങും. ആൻഡ് ചെറിയ സബ്സെറ്റ് ഓഫ് കേസസിൽ അത് അഡിക്ഷൻ അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് യൂസിലേക്ക് മാറിയിട്ടുണ്ടാവും. വർക്ക്, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, സ്ലീപ്പ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈഫ് ഡൊമൈൻസിനെ ഇത് അഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇത്രയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ്, നിർത്തിക്കൂടെ എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. ബട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ആദ്യത്തെ തടസ്സം എന്നുള്ളത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതുകൊണ്ടാണ് നിർത്തിക്കൂടെ എന്നുള്ളൊരു അഡ്വൈസ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. ബട്ട് അങ്ങനെയല്ല. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് കോണ്ടെക്സ്റ്റ് ട്രിഗേർഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആവാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഇമോഷണൽ സ്റ്റേറ്റ് റിലീഫും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആവാം, അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കൊന്ന് ഫീൽ ഗുഡ്, ഒന്ന് ഓക്കെ ആവണമെങ്കിൽ പോലും ഈ ബിഹേവിയർ ആവശ്യം വന്നേക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കാം. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ എല്ലാ ആപ്സും ഡിലീറ്റ് ചെയ്ത് ടുഡേസ് ഡേ 1 എന്നുള്ള രീതിയിൽ ജെന്യൂൻ ആയിട്ട് സിൻസിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും പിന്നെ എങ്ങനെയൊക്കെയോ കോൺഷ്യസ്ലി അല്ലാതെ ആ ഒരു പാറ്റേണിലേക്ക് വീണ്ടും, ആ ഒരു ബിഹേവിയറിലേക്ക് വീണ്ടും നമ്മൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അവിടെ എല്ലാം നമ്മൾ വിൽ പവറും എത്ര ഡേയ്സ് റെസിസ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ഞാനിപ്പോ പറഞ്ഞ അണ്ടർലൈങ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊന്നും അവിടെ ഒരു ചേഞ്ചസും വന്നിട്ടുണ്ടാവില്ല. സോ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനർത്ഥം വിൽ പവർ എന്നുള്ളത് ഇറലവന്റ് ആണെന്നല്ല, ബട്ട് അത് ഇൻസഫിഷ്യന്റ് ആണ്. അതായത് ആ മൊമെന്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല. ഈ ഒരു ബിഹേവിയറിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് എങ്ങനെയാണ് ഒരു ബിഹേവിയർ റെയിൻഫോഴ്സ്ഡ് ആവുന്നത് എന്നുള്ളതാണ്. ഏതൊരു ബിഹേവിയർ ആയിക്കോട്ടെ, either ഹെൽത്തി ഓർ അൺഹെൽത്തി, അത് ബേസിക്കലി ഒരു 4 സീക്വൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ക്യൂ. അതൊരു ട്രിഗർ ആയിരിക്കാം, അത് ഇന്റേണലി ആയിരിക്കാം, എക്സ്റ്റേണലി ആയിരിക്കാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു ഡേയിലെ സ്പെസിഫിക് ടൈം, ഒരു ഡിവൈസ്, ഒരു ലൊക്കേഷൻ, ഒരു ഫീലിംഗ്, ഈവൻ എ തോട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രേവിംഗ്. അതായത് നമുക്കൊരു ക്യൂ ഡിറ്റക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനോട് തോന്നുന്ന ഒരു മോട്ടിവേഷണൽ പുള്ളാണ് ക്രേവിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് റെസ്പോൺസ്. അതായത് നമ്മൾ ചെയ്യുന്ന ആ ബിഹേവിയർ ആണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്ത ബിഹേവിയറിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഔട്ട്കം ആണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഔട്ട്കം ആണ് നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുന്നത് ആ ഒരു അസോസിയേഷനുമായിട്ട് നെക്സ്റ്റ് ടൈം സ്ട്രെങ്തൻ ചെയ്യണോ വീക്കൻ ചെയ്യണോ എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്ക് നിങ്ങളുടെ ബെഡിൽ ഫോണുമായിട്ട് ഇരിക്കുന്നതാവാം. ആൻഡ് ക്രേവിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തുനിന്ന് വരുന്ന ആ ഒരു റൈസിങ് പുള്ളുണ്ട് ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതാണ് അവിടുത്തെ റെസ്പോൺസ്. ആൻഡ് റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടെമ്പററി റിലീഫ് കിട്ടുന്നുണ്ടാവാം, സ്ട്രെസ്സിൽ നിന്നോ, ലോൺലിനെസ്സിൽ നിന്നോ, ബോർഡമിൽ നിന്നോ, പ്ലസ് ഡയറക്ട് സെക്ഷൽ റിവാർഡ് കിട്ടുന്നുണ്ടാവാം. ഞാൻ എന്തുകൊണ്ട് ഇത് ഇവിടെ പറഞ്ഞു എന്നുള്ളത്, വൺസ് യു ക്യാൻ നെയിം ദ പാർട്ട് ഓഫ് യു ആർ ലുക്കിംഗ് അറ്റ്, നമുക്ക് എവിടെയാണ് ഇന്റർവെൻഷൻ വേണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഒരു എൻവയോൺമെന്റൽ ചേഞ്ച് ആണോ, അല്ല അർജ് മാനേജ്മെന്റ് സ്കിൽസ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് റീപ്ലേസ്മെന്റ് ആണോ, ആ ഇമോഷണൽ ഫംഗ്ഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. റെയിൻഫോഴ്സ്മെന്റ് എന്നുള്ളത് 2 രീതിയിലാവാം. ഒന്ന് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റും കാണും, നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റും കാണും. അതായത് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റിന്റെ കേസിൽ
ഇത് ചെയ്താൽ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സോ എനിക്കത് ഒന്നും കൂടി ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യണം എന്നില്ല, ബട്ട് ഇത് ചെയ്യാതെ ആൻസൈറ്റി, ലോൺലിനെസ്, ബോർഡം എന്നുള്ളതൊക്കെ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തതായിട്ട് തോന്നും. കാരണം ശരിക്കും പ്യുവർ പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്നുള്ളത് അവിടെ നമ്മളൊരു എൻവയോൺമെന്റൽ ചേഞ്ച് വരുത്തിയാലോ ഹാബിറ്റ് റീപ്ലേസ്മെന്റ് ഒക്കെ വരുത്തിയാലോ അവിടെ മാറ്റം വന്നേക്കാം. ബട്ട് അതൊരു നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും ഒരു ഇമോഷണൽ റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ് വർക്ക് വേണ്ടി വരും. സെക്കൻഡ്ലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഡോപ്പമിൻ. ഡോപ്പമിന്റെ ഒരു ഫീൽ ഗുഡ് കെമിക്കൽ എന്നതിൽ ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ അതർ വീഡിയോസ്. ബട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോപ്പമിന്റെ ഒരു ഡ്യുവൽ റോൾ ആണ്, അതായത് മോട്ടിവേഷൻ പ്ലസ് മൂവ്മെന്റ്. നമുക്ക് ആ ഒരു സ്പെസിഫിക് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു പുള്ളില്ലേ, അതാണ് ശരിക്കും ഡോപ്പമിൻ ഡ്രിവൻ ആക്ടിവിറ്റി. അത് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് മീഡിയേറ്റ് ചെയ്യുന്നത് വേറെ കുറച്ച് സിസ്റ്റംസ് ആണ്. അതായത് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, അതായത് ആ ഒരു പോണോഗ്രഫിയോടുള്ള ഒരു പുള്ള് നിങ്ങൾക്ക് കൂടുതലായിരിക്കും ഇവൻ ദോ യു ഡോണ്ട് ഫീൽ ഗുഡ് എനിമോർ. സോ ഡോപ്പമിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് റിവാർഡ് പ്രഡിക്ഷൻ എറർ എന്നുള്ളത്. സർപ്രൈസിംഗ് ആയിട്ടുള്ള എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഡോപ്പമിൻ മൂവ്സ് എ ലോട്ട്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ്ലി വേരിയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും എൻഗേജിങ് ആവുന്നത്. ആൻഡ് പോൺ ബ്രിങ്സ് ദാറ്റ് നോവൽറ്റി because they are well understood that how this reward prediction learnings work. So നിങ്ങൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ നോർമൽ സ്റ്റിമുലൈ. ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇത്തോളജിസ്റ്റ് ആയിട്ടുള്ള നിക്കോ ടിംബർഗൻ ആണ്. സോ അതിനായിട്ടുള്ള ഒരു ഫേമസ് എക്സാമ്പിൾ പറയുന്നത് കുറച്ച് കിളികളുടെ കൂട്ടില് അവരുടെ ഓൺ എഗ്ഗും അതിനോടൊപ്പം തന്നെ ഫേക്ക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യലി കളേർഡ് ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വെക്കുമ്പോൾ ബേർഡ്സ് പ്രിഫർ ചെയ്തത് ഈ ആർട്ടിഫിഷ്യൽ എഗ്ഗിനെ ഇൻക്യുബേറ്റ് ചെയ്യാനാണ്. സോ സിമിലർലി ഫോൺ എന്ന് പറയുന്നത് നാച്ചുറൽ മേറ്റിംഗ് വിഷ്വൽ ക്യൂസിനെ ഒരുപാട് എക്സാജറേറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് അങ്ങനെ ഒരു കാര്യം ഒരു ആൻസെസ്ട്രൽ എൻവയോൺമെന്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിനെ എക്സാജറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് റെസിസ്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ചുകൂടി ഹാർഡായിരിക്കും. സോ ഇനി നമുക്ക് എന്തായാലും വീഡിയോയുടെ കോർ പാർട്ടിലേക്ക് വരാം. ഏതൊക്കെയാണ് ഈ ബിഹേവിയറിന്റെ ലൂപ്പ് സ്റ്റേജസ്, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻ എങ്ങനെയാണ്, എന്തൊക്കെയായിരിക്കണം കോർ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് അൺമെറ്റ് സൈക്കോളജിക്കൽ നീഡ്സ്. സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ബിൽഡ് ദ ലൈഫ്. ഞാനിത് എന്തുകൊണ്ടാണ് ആദ്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആയിരിക്കും മോസ്റ്റ് ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പെട്ടെന്നൊരു റിസൾട്ട് തരുന്ന ഒന്നല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രാറ്റിഫിക്കേഷൻ തരുന്ന ഒന്നല്ല. ആൻഡ് നമ്മൾ വിസിബിൾ ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. അതായത് നമ്മളൊരു ആപ്പ് ബ്ലോക്ക് ചെയ്യുമ്പോഴോ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ക്രേവിങ്സിനെ റെസിസ്റ്റ് ചെയ്യുമ്പോഴോ കിട്ടുന്ന ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഇവിടെ കിട്ടുന്ന ഒന്നല്ല. ഇതൊരു സ്ലോ പ്രോസസ് ആണ്. സോ ഞാൻ ഇവിടെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു കരിയർ ചേഞ്ചോ ഒരു സിംഗുലാർ ലൈഫ് മിഷനോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ബിൽഡ് ഫ്രം സ്മോൾ ക്യുമുലേറ്റീവ് സോഴ്സസ്. അതായത് നമ്മുടെ വർക്കിൽ നിന്നോ നമ്മുടെ സ്റ്റഡീസിൽ നിന്നോ ശരിക്കും നമ്മളെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജെന്യൂൻ സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ തരുന്ന നമ്മൾ പേഴ്സണലി വാല്യൂ ചെയ്യുന്ന ഒന്നായിരിക്കണം. അതായത് ഇതുവരെയും അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എംപ്റ്റി ഫീലിംഗ് തരുന്ന ഒരു ഇവനിങ്ങിനെ നമ്മൾ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് ഫിൽ ചെയ്യുവാണ്. അതൊരു സ്പെസിഫിക് ലാംഗ്വേജ് പഠിക്കുന്നതാവാം, ക്രാഫ്റ്റ് ആവാം, സ്കിൽ ബിൽഡിംഗ് ആവാം, ലൈക്ക് സർട്ടിഫിക്കേഷൻസ് ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഗ്രോത്തിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നേ ഉള്ളൂ. ആൻഡ് അത് ഒരിക്കലും ഒരു വേഗ് ഗോൾ ആവരുത്, ഒരു സ്പെസിഫിക് സ്റ്റാർട്ടബിൾ പ്രോജക്റ്റ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് ഫിറ്റ്നസ് ആൻഡ് ഫിസിക്കൽ മൂവ്മെന്റ്. അതൊരു ജനറിക് സെൽഫ് ഹെൽപ്പ് ക്ലീഷ് ചെയ്യുന്നതിലുപരി നമ്മുടെ സ്ലീപ്പിനും സ്ട്രെസ് മാനേജ്മെന്റിനും ഒക്കെ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെന്റ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ കണക്ഷൻ. ദിസ് ഇസ് ഓഫൻ എ ഹാർഡസ്റ്റ് ഏരിയ. നമുക്ക് ഡെലിബറേറ്റ്ലി ബിൽഡ് ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. എത്രത്തോളം ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക എന്നതിലുപരി ജെന്യൂൻ ആയിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഹോബീസ് ആൻഡ് ജെന്യൂൻലി എൻഗേജിങ് ആക്ടിവിറ്റീസ്. അതായത് ഒരു പാസീവ് ഡിസ്ട്രാക്ഷനിലുപരി നമ്മുടെ ബോർഡമിനെ ശരിക്കും അഡ്രസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. അതായത് ഒരു സ്പോർട്സ്, ഒരു ക്രാഫ്റ്റ്, ഒരു ഇൻസ്ട്രുമെന്റ്, ലൈക്ക് സംതിങ് ദാറ്റ് പ്രൊഡ്യൂസ് റിയൽ അബ്സോർപ്ഷൻ.
ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ബിൽഡ് എ സ്ട്രക്ചർ ആൻഡ് റൂട്ടീൻ. അതായത് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് റൂട്ടീൻ വരുമ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആംബിഗ്വസ് ആയിട്ടുള്ള വിൻഡോസ് ഒഴിവാക്കാനായിട്ട് പറ്റും. ബിക്കോസ് ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ആ ക്യൂസും ട്രിഗേഴ്സും ഒക്കെ പോപ്പപ്പ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത്. ആൻഡ് ഫൈനലി ഐഡന്റിറ്റി. അതായത് നമ്മൾ തന്നെ നമ്മൾ അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് ബിലീവ് ചെയ്ത് തുടങ്ങണം. ലൈക്ക് ഐ ആം സംവൺ ഹു ബിൽഡ് തിങ്സ്, കണക്ട് വിത്ത് പീപ്പിൾ ആൻഡ് ഫോളോ ത്രൂ. ലൈക്ക് ഇത് നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ടേ ബിലീവ് ചെയ്യേണ്ട ഒരു കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ഡയറക്ഷൻ വേണം. നമ്മൾ ഇങ്ങനെയുള്ള ഒരാളിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഡയറക്ഷൻ ആയിരിക്കണം ഈ ഐഡന്റിറ്റി എന്നുള്ളത്. നെക്സ്റ്റ് ലൂപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്യൂട്ട് ട്രിഗർ. സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ചേഞ്ചസ്. ക്യൂസ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ അത് ഇന്റേണലും ആവാം എക്സ്റ്റേണലും ആവാം. സോ എത്ര തന്നെ ചെറുതായിക്കോട്ടെ, നിങ്ങൾ ആ ബിഹേവിയറിലേക്ക് ആ ഒരു ക്യൂ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ചേഞ്ചസ് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, ഒരു സ്മോക്കറുടെ ക്യൂ എന്ന് പറയുന്നത് അയാൾ ദിവസവും ഇന്ന് പുകവലിക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയ, ഒരു ചെയർ അല്ലെങ്കിൽ ഒരു കോവർക്ക്. സോ ഇതെല്ലാം ആ ഒരു ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇതിനകത്ത് എല്ലാത്തിലും ചേഞ്ചസ് കൊണ്ടുവരണം. ഒരു ഫോൺ വാച്ച് ചെയ്യുന്ന ഒരാളുടെ ക്യൂ എന്ന് പറയുന്നത് ബെഡിന്റെ അടുത്തായിട്ട് തന്നെ ഫോൺ ചാർജിന് ഇടുന്നതാവാം, വീട്ടിൽ ഒറ്റയ്ക്കാവുന്നതാവാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്ലേസ് ആവാം. നമ്മൾ അടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ആക്സസിബിലിറ്റി ആൻഡ് പ്രൈവസി. ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സ്റ്റെപ്സ് അതിലേക്ക് ആഡ് ചെയ്യുന്നു, എത്രത്തോളം ടൈം അതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ബിഹേവിയറിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എത്രത്തോളം സ്റ്റെപ്സ് ആഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് അവിടെ ഇന്റർവീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അത് എത്ര തന്നെ ഒരു സ്മോൾ ഡിലേ ആയാൽ പോലും അതവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ക്രേവിംഗ് പീക്ക് ആയതിനു ശേഷം അത് കുറച്ച് കഴിയുമ്പോൾ സബ്സൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് പ്രൈവസി. നമ്മൾ ഈ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി സോഷ്യൽ വിസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ആഡ് ആവുന്നുണ്ട്. ബട്ട് ഫോൺ വാച്ച് ചെയ്യാന്നുള്ളത് നമ്മുടെ കയ്യിൽ ഹാൻഡി ആയിട്ട് ഒരു ഡിവൈസ് വെച്ചിട്ട് കുറച്ച് ടൈമിനുള്ളിൽ വിത്ത് നിയർ ടോട്ടൽ പ്രൈവസി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സോ ആ ഒരു സോഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ള ലെയർ അവിടെ നിന്ന് എടുത്തു മാറ്റുവാണ്. സോ ഈ ഒരു ആക്സസിബിലിറ്റി ആൻഡ് പ്രൈവസിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഡ് മോർ സ്റ്റെപ്സ്, അതുപോലെ തന്നെ ചൂസ് സം ഫോം ഓഫ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടബിലിറ്റി. ലൈക്ക് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെയൊക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ആഡിങ് ഫ്രിക്ഷൻ. സോ ഇത് കുറച്ചുകൂടി പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ഫ്രിക്ഷൻ ആഡ് ചെയ്യാന്നുള്ളത്. സോ ഒരു വെബ്സൈറ്റ് ആപ്പ് ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുക, ഫോൺ റൂമിൽ നിന്ന് മാറ്റി വെക്കുക, ലൈക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അത് വേറെ ഒരാളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. സോ ഇതെല്ലാം നിങ്ങൾക്ക് മീനിങ് ഫുള്ളി ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. എന്ന് പറയുന്നത് ഡിലൈഡ് റെസ്പോൺസ് ആണ്. അതായത് നമ്മൾ നേരത്തെ ആക്സസിബിലിറ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി ടൈം ഡിലേ ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് പകരം ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ലൈക്ക് ഇവിടെയാണ് നമുക്ക് ആർച്ച് സർഫിംഗ് പോലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഒരു 10 to 15 മിനിറ്റ്സ് ഡിലേ ചെയ്യുമ്പോഴേക്കും ആ ഒരു അർജ് പീക്ക് ആവുന്നതും അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ നെക്സ്റ്റ് ലൂപ്പ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇമോഷണൽ സ്റ്റേറ്റ്. കാരണം ചില ആൾക്കാരിൽ ഈ ഒരു കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് മാത്രമായിരിക്കും. അവർ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് വേറെ കുറച്ച് ഇമോഷണൽ സ്റ്റേറ്റ്സ് ആയിരിക്കും. സോ ഫസ്റ്റ് വൺ, സ്ട്രെസ്. നിങ്ങൾക്ക് അറിയായിരിക്കും ക്രോണിക് സ്ട്രെസ് എന്നുള്ളത് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ഇമ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് തന്നെയാണ് നമ്മുടെ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇമ്പൾസ് കൺട്രോളിങ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൈൻഡ്ഫുള്ളിയും കൺട്രോൾഡും ആയിട്ടൊക്കെ ഒരു ഡയറ്റിൽ പോകുമ്പോൾ നമുക്ക് സ്ട്രെസ് ആവുന്ന ഒരു വീക്കിലായിരിക്കും നമ്മൾ കൂടുതലും ഓവർ ഈറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ സ്ട്രെസ് എന്നുള്ളത് ഒരു ഡബിൾ വൾണറബിലിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു പുൾ അവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവിടെ റെഡ്യൂസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ലോൺലിനെസ്. അതായത് ഈ ഒരു കമ്പൽസീവ് ഫോൺ യൂസേജ് സ്പൈക്ക് ആവുന്നത് പലപ്പോഴും ഒരു ഐസൊലേഷൻ പീരീഡിലാണ്. അതായത് ഒരു ബ്രേക്കപ്പിന് ശേഷം, അല്ലെങ്കിൽ ഒരു പുതിയ സിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ പേഴ്സൺ കോണ്ടാക്ട്, ഒരു മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ലോങ് സ്ട്രെച്ചസിലൊക്കെ ആയിരിക്കും ഈ ഒരു ആക്ടിവിറ്റി കൂടുതലും സ്പൈക്ക് ആവുന്നത്. എലോൺ ആയിരിക്കുന്നതിലുപരി നമ്മൾ ആഗ്രഹിക്കുന്ന കണക്ഷനും നമുക്ക് കിട്ടാതെ പോയ ഒരു കണക്ഷനും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഒരു ലോൺലിനെസ് എന്ന് പറയാൻ. ഈ ഒരു ഗ്യാപ്പിലേക്ക് പോണെന്നുള്ളത് ഒരു സ്യൂഡോ ഇന്റിമസി തരും. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ബിൽഡ് റിയൽ മീനിങ് ഫുൾ കണക്ഷൻസ്. ജസ്റ്റ് ആൾക്കാർക്ക് ചുറ്റുമായിരിക്കുക എന്നതിലുപരി മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ബോർഡം. ബോർഡം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നത്തിങ് ടു ഡു എന്നതിലുപരി
നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഓഫ് എൻഗേജ്മെന്റും എന്നാൽ നമ്മുടെ കറന്റ് ലെവൽ ഓഫ് എൻഗേജ്മെന്റും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് ബോട്ടം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ ബിൽഡ് ചെയ്യുക. അതായത് ഒരു പ്ലാനും ഇല്ലാത്തൊരു അൺസ്ട്രക്ചേർഡ് ഈവനിങ്ങും വീക്കെൻഡിനെയൊക്കെ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഫൈനൽ വൺ ഈസ് ഷെയിം. ഷെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ഒരു കൗണ്ടർ ഇൻഡിവിറ്റീവ് പോയിന്റ് ആണ്. ബിക്കോസ് ഈ ഒരു ഷെയിം ബേസ്ഡ് മെസ്സേജിങ് എന്നുള്ളത് പല റിലീജിയസ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ഫ്രെയിംവർക്കിലൊക്കെ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ്. ചില ആൾക്കാർ ഡയറ്റ് എടുക്കുമ്പോൾ ഒരു ദിവസം ചീറ്റ് ഡേ വരുന്നത് കൊണ്ട് ആ ഒരു ഷെയിമിൽ ആ ഒരു വീക്കിലേക്ക് ആ ഒരു ഡയറ്റ് ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആ ഒരു ഷെയിമാണ് ഇതൊരു ലാർജർ റിലാപ്സിലേക്ക് പോകാനായിട്ട് കാരണമാക്കിയത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ ഒരു മോശം പേഴ്സൺ ആവുന്നില്ല. കാരണം ഈ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് റിയൽ ആണ്. അല്ലാതെ ഒരിക്കലും കുറെ കൂടി ഷെയിം ആയാലും കുറെ കൂടി മോട്ടിവേഷൻ കിട്ടും എന്നുള്ളൊരു ചിന്ത വെക്കാതിരിക്കുക. നെക്സ്റ്റ് ലൂപ്പ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ബിഹേവിയർ. ഇപ്പൊ സക്സസ്ഫുള്ളി ഫോൺ ആക്സസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്തു, ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിന് അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു ഇമോഷൻസിന് അഡ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യും. അതായത് മേ ബി അതൊരു ഗെയിമിംഗ് ആവാം, സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ആവാം. ഈ ഒരു ലൂപ്പ് സ്റ്റേജിലേക്കുള്ള ഇന്റർവെൻഷൻ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ എമേർജിംഗ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ബിഹേവിയർ ഏതാണെന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അണ്ടർലൈൻ ആയിട്ടുള്ള ഇമോഷൻസ് ആൻഡ് ഫങ്ഷൻസ് അഡ്രസ് ചെയ്യുക. സോ മൊത്തത്തിൽ നമുക്ക് വേണ്ടത് ഒരു 3 ലെയർഡ് ഫ്രെയിംവർക്ക് ആണ്. ലെയർ 1 എന്ന് പറയുന്നത് റെഡ്യൂസ് ദ ഡാമേജ്. സോ ഇവിടെയാണ് എൻവയോൺമെന്റൽ റീഡിസൈൻസും അർജ് മാനേജ്മെന്റ് സ്കിൽസും എല്ലാം വരുന്നത്. ആൻഡ് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ബിൽഡ് ദ ലൈഫ്. ഇവിടെയാണ് പർപ്പസ്, വർക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റി, റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ കണക്ഷൻ, ഹോബീസ്, ബിൽഡിംഗ് എ സ്ട്രക്ചർ ഇതെല്ലാം വരുന്നത്. ലെയർ 3 എന്ന് പറയുന്നത് ഡീൽ വിത്ത് ദ റൂട്ട്സ്. ഇത് അഡ്രസ് ചെയ്യുന്നത് കുറച്ചുകൂടി സൈക്കോളജിക്കൽ സ്ട്രക്ചർ ആണ്, ലൈക്ക് ഐഡന്റിറ്റി, സെൽഫ് വർത്ത്, ഷെയിം. സോ ഇവിടെ ചിലപ്പോഴൊക്കെ നമുക്ക് പ്രൊഫഷണൽ ക്ലിനിക്കൽ സപ്പോർട്ട് ആവശ്യം വന്നേക്കാം. നിങ്ങൾ ഇത്രയും നേരം എന്റെ ഒപ്പം ഈ വീഡിയോയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു എൻഡ് ദിസ് വീഡിയോ ബൈ സേയിങ് just build a better life or understand the root cause. So this is a 9-step process which I've actually applied helping some people to work through compulsive pornography use. നിങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി you can start working on yourself. ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ you can message me on my Instagram. If you found this video useful, do like, comment and subscribe.